മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? വട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ആൻഡ് വെരി സ്പെഷ്യൽ മെസ്സേജ് ഫോർ യു. നിങ്ങൾക്കുള്ള സൈക്കിക് മെസ്സേജ്. നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ആരൊക്കെയോ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങൾ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട്. വേർ ആർ യു? സോ പ്രോബബ്ലി ചില ആളുകൾ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധ നേടുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ചില ഇമോഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില മൈൻഡ് സെറ്റ് ആയിരിക്കാം നിങ്ങൾ ഈ സമയം കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതിന്റെ ഒരു ചേഞ്ച്, നിങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷന്റെ ഒരു ഇമ്പാക്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾക്കായിരിക്കാം ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ പ്രോബബ്ലി അവര് ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാറ്റം. ഓക്കെ, ഓർ ചില ആളുകൾക്ക് നിങ്ങൾ എവിടെയാന്നുള്ളത് അറിയണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കണ്ടിന്യൂ ജോബ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് നിങ്ങൾ ഒരു മൊത്തത്തിലൊരു അഴിച്ചുപണി നടത്തുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വർക്ക് പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ, നിങ്ങൾ എന്താണോ എൻഗേജ്ഡ് ആവുന്നത്, ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലും ആളുകൾ അത് അംഗീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്രീഷിയേറ്റ് ചെയ്യുക. ഈവൻ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ടാവില്ല. അവരെന്നെ നോക്കിയില്ല, അവർ പറഞ്ഞില്ല. ബിക്കോസ് നിങ്ങൾ ആ ഒരു സെൽഫ് പെർമിഷൻ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സെൽഫ് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ തന്നെ, അല്ലെ, സ്വയം അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ആ ഒരു സന്തോഷം, കോൺഫിഡൻസും ഉണ്ടാവുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചില സ്ട്രോങ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഒരു എനർജറ്റിക്കൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഡിറ്റാച്ച്മെന്റ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. സോ ഇതുപോലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് വളരെ ക്ഷമയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്ത് ആക്ഷനിലാണ് എൻഗേജ്ഡ് ആവുന്നത് അവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് പ്രോബബ്ലി നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിന്റെ ഒരു പ്രോസസ്സിൽ എൻഗേജ്ഡ് ആയി അതിന്റെ ഒരു പ്രോസസ്സ് നിങ്ങൾ ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യാം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ മേ ബി അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായിരിക്കാം, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾ ചെയ്യുന്ന ചില കാര്യമായിരിക്കാം, ഓർ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ജോബോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾ സീഡ് ചെയ്യുന്നുണ്ട്, എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ഉയർച്ച നിങ്ങൾക്ക് അതിന്റെ മേലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഗ്ലോ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട്. നിങ്ങൾ പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ നാച്ചുറലി ഉണ്ടാവുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ അവൈലബിലിറ്റി കൊടുക്കുന്ന പ്ലേസ്, ഓവറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ചില കാര്യത്തിന്റെ ആ ഒരു ഫ്ലോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യത്തിന് അത്ര ഡിമാൻഡ് ഉണ്ടാവില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾ ചില മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തുന്നുണ്ട്. സോ അതിൻ്റെതായിട്ടുള്ളൊരു കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും നിങ്ങളുടെ മേലെ തന്നെ. ഓക്കെ, സോ നിങ്ങൾ വളരെ പ്രൗഡായിട്ടും നിങ്ങൾ വളരെ സെൽഫ് കോൺഫിഡൻസും ആയിട്ടാണ് ഈ ഒരു ടൈമിൽ കാണുന്നത്. വളരെ ശാന്തമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വലിയ ദേഷ്യക്കാരായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കാം ആവുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ശ്രദ്ധ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഒബ്സർവ്ഡ് ആവുന്നത് കൊണ്ട്, അതായത് നമ്മൾ ഒരാൾ നോക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നലായിരിക്കാം നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ കൂടുതൽ നമ്മളെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചില മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇല്ലാണ്ട് തന്നെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഒരു നാച്ചുറൽ ഗ്ലോ, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ, ആക്ഷൻസ് വരുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്കറിയാം ആരോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വളരെ ഓർഗാനിക്കലായിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ ആരോ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നോക്കുന്നുണ്ട് നിങ്ങളെ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം അത് കണക്ട് ചെയ്യുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ,
സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചില ആളുകൾക്ക് കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്ന് ചോദിക്കാം എവിടെയായിരുന്നു, എന്താണ്, സുഖാണോ, അന്വേഷിക്കും നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, പല ആളുകളും. ഓൾറൈറ്റ്, നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ഒരു ടൈമിൽ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം, എവിടെയാണ് നിങ്ങളെ, എന്താണ് എന്നൊക്കെ അറിയാൻ വെറുതെ അവർക്കൊരു ആവശ്യം ഉണ്ടായിട്ടല്ല, അവർ വെറുതെ നിങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കും. ബിക്കോസ് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ മറ്റുള്ള ആളുകളുടെ ഒരു ശ്രദ്ധയിൽ വരുന്നുണ്ട്, ഓക്കെ, ഒരു ചിന്തയിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ വളരെ ബാലൻസ്ഡ് ആയിട്ട് കാണുന്നത് നിങ്ങളുടെ ലൈഫിലെ. ഓക്കെ, പല മാറ്റങ്ങളും നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോം ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, നിങ്ങളുടെ മനസ്സും ശരീരവും തോട്ട്സും എല്ലാം വളരെ റൈറ്റ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അനക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. മൊത്തത്തിൽ നിങ്ങൾക്കൊരു അനക്ക് ഉണ്ടാവുന്ന ചില ആക്ടിവിറ്റീസിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. അതാണ് നിങ്ങളിൽ വളരെ ഫോക്കസ്ഡ് ആവാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്നത്, സേഫ് ആയിട്ട് ആൻഡ് സെക്യൂർ ആയിട്ട് തോന്നുന്നത് മനസ്സും ശരീരവും. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു റൈറ്റ് വീട്ടിലാണ് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈവൻ നിങ്ങളുടെ സറൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുകള്, അവര് നിങ്ങളെ കണക്ട് ചെയ്യുന്ന രീതി, അവര് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതി, അവര് വാലിഡേറ്റ് ചെയ്യുന്ന രീതി, റെക്കഗ്നൈസ് ചെയ്യുന്ന രീതി. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ പാരന്റ്സ് ആരായിക്കോട്ടെ, നിങ്ങളൊരു ടീമിലേക്ക് വളരെ നല്ല രീതിയിൽ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു വീട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ സോൾ ഫാമിലി. ഓക്കെ, സോ അഗൈൻ ലൈക്ക് ചില ആളുകളുമായിട്ട് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്, കണക്റ്റഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുക. ആരാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ സോൾ ഫാമിലിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. അവർക്ക് നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കാം, റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം. സോ പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരുപാട് സ്പിരിച്വൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്കൊരു പുതിയൊരു ഇൻസൈറ്റ് തരുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങളെ മൊത്തത്തിൽ ഒന്ന് അഴിച്ചു പണിയുന്നുണ്ടായിരിക്കണം. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്താണ് അത്ര കാലമായിട്ട് നമുക്ക് ശരി, ഇതാണ് എന്റേത് റൈറ്റ് ആയിട്ടുള്ളത്, ഇതാണ് എന്റെ റൈറ്റ് ആയിട്ടുള്ളത്, ഇതാണ് എന്റെ ശരി എന്ന് അത്ര കാലമായിട്ട് നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ? പക്ഷെ നമ്മൾ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ആളുകളെ തിരിച്ചറിയുന്ന ഒരു സമയത്ത്, ആ ഒരു സോൾ ഫാമിലി എന്നുള്ള ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഹോം ഫീലിംഗ് ഉണ്ടാവുക, നമുക്ക് ആ ഒരു റിയൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലെ? സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആളുകളിലേക്ക് വരുന്ന സമയം എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ്. സി, റിജോയ്സ് ഇൻ സെലിബ്രേഷൻ, മീറ്റ് ചെയ്യാണ്, ശ്രദ്ധിക്കപ്പെടുകയാണ്, കൂടി വരികയാണ്, ഗ്യാദർ ചെയ്യാണ്, ഓക്കെ, റിലേറ്റ് ചെയ്യാം, റീകണക്ട് ചെയ്യാണ്. ആരാണ് റീകണക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഫാമിലി എന്നുള്ള ആളുകള്. ഓക്കെ, ഫാമിലി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകള്. ഓക്കെ, അത് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല. ഓക്കെ, നിങ്ങൾക്ക് അത്ര അടുപ്പം തോന്നുന്ന വ്യക്തികളെ കണക്ട് ചെയ്യുക, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, റെക്കഗ്നൈസ്, വെറുതെ ഒരു റീസൺ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിലായിരിക്കാം, നിങ്ങൾ കൂടുതൽ നിങ്ങളെ തിരിച്ചറിയുന്ന ആ ഒരു യാത്രയിലായിരിക്കാം. സോ അവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. വസ്തുക്കള്, സ്ഥലങ്ങള്, കാര്യങ്ങള്, അനുഭവങ്ങള്. ഓക്കെ, ഓരോന്നും നിങ്ങളിങ്ങനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അവിടെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വലിയൊരു അടുപ്പം തോന്നാനുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? മേ ബി അത് അവർ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളെ ഇതുപോലത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും മുന്നോട്ട് നയിക്കാൻ ഒരു ഹോപ്പ് തരാനും ഈ ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. റൈറ്റ്, റിലേറ്റ് ചെയ്യുക. ചില നഷ്ടങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു വലിയൊരു ഇമോഷണൽ ലോസിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് അത്ര സമയമായിട്ട് നിങ്ങളുടേതാണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. പക്ഷെ ഇങ്ങനത്തെ ചില പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നഷ്ടങ്ങൾ ശരിക്കൊരു നഷ്ടമായിരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു ജേർണി നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങളുടെ എക്സാക്ട് ആയിട്ടുള്ള കാര്യങ്ങള്, നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ളത്. പ്രോബബ്ലി ലൈക്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി പോലെയാണ് ഈ ഒരു സമയത്ത് പല ആളുകൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. ഓക്കെ, സോ അത്ര കാലമായിട്ട് നിങ്ങളുടെ ശരിയെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം അങ്ങനെയല്ല
അത് നിങ്ങൾക്ക് ബോധ്യമാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യുന്ന സമയത്ത് മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്, നിങ്ങളുടെ അത്ര ആത്മാർത്ഥമായിട്ടുള്ള ആളുകൾ എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവര് അതല്ല എന്ന് കാണിക്കുന്ന ചില ആക്ഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. സ്റ്റിൽ എന്റെ ആൾക്കാര്, അങ്ങനത്തെ ഒരു ഫീലിങ്സ്, എനിക്ക് കണക്ട് ആയിട്ടുള്ള ആളുകള് എന്നുള്ളൊരു ഫീലിങ്സ് അങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് അവിടെ ഒരു ടീം വർക്ക് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ശ്രദ്ധ കിട്ടുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ലൈഫ് സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റീകണക്ട് ചെയ്യാൻ മീൻസ് ലൈക്ക് ഓൾറെഡി നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അത് ചില ആളുകളാണ്, ചില ആളുകൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് പേഷ്യന്റ്ലി നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. കാരണം നിങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ ലൈക്ക് നിങ്ങളുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരാന്നുള്ളതായിരിക്കാം. സോ ചില ആളുകൾക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങളൊരു മാരേജ് ലൈഫിലേക്ക് വരാനും ഫാമിലിയിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യാനും ഫാമിലി വീണ്ടും ഗ്രോ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് നിങ്ങൾക്കൊരു അടുപ്പില്ല, ഒരു കണക്ഷനും ഇല്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഫാമിലിയിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി പോലത്തെ ഫീൽ ഉണ്ടാവും നിങ്ങളുടെ ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ഹീൽ ആവുന്ന സമയത്ത്. അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടന്നിട്ടുള്ള നിങ്ങളുടെ പാഷനും പേർപ്പസും ആണ്. ഓക്കെ, സോ വ്യക്തികൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ചില കാര്യങ്ങളും ഇതുപോലത്തെ ചില മാറ്റങ്ങളും ആയിരിക്കാം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീഡിങ്. നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ എത്രമാത്രം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.